അതായത് ജോ, ഇന്ന് രാവിലെ വത്തിക്കാൻ സ്ക്വയർ മൊത്തം എംടി ആണ്. ഇപ്പോൾ ആളുകൾ കയറാൻ തുടങ്ങുന്നേ ഉള്ളൂ ഉള്ളിലേക്ക്. ബട്ട് ഡിജോ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് 7:45 7:30 ശേഷം 7:45 താമസിക്കുന്ന സാന്ത മാർത്തയിൽ നിന്നും അവരെ ഈ അപ്പസ്തോളിക് പാലസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അതിനുശേഷം ചാപ്പലിൽ 8:15 വിശുദ്ധ കുർബാനയും മോർണിംഗ് പ്രേയറും. അതിനുശേഷം 9:15 സിസ്റ്റീൻ ചാപ്പലിലേക്ക് എല്ലാവരും പ്രവേശിക്കും. മിഡ് മോർണിംഗ് പ്രേയർ ഉണ്ട്, ഒരു 10-15 മിനിറ്റോളം വരും. അതിനുശേഷം ഏകദേശം 9:30 ആയിരിക്കും ഈ കോൺക്ലേവിന്റെ വോട്ടിംഗ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് 2 വോട്ടിംഗ് ആണ് ഇന്ന് രാവിലെ ഉണ്ടാകുക. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം 2 റൗണ്ട് വോട്ടിംഗ് ഉണ്ടായിരിക്കും. അതിന്റെ വിവരങ്ങളാണ് നമുക്കുള്ളത്. ഇപ്പൊ ഇന്ന് നമുക്കനുസരിച്ച് കറക്റ്റ് 12 മണിക്കായിരിക്കും ഇന്ന് സ്മോക്ക് വരുവാനായിട്ട് പോകുന്നത്. 12 മണിക്ക് ശേഷം രാവിലെ നടക്കുന്ന 2 റൗണ്ട് വോട്ടിങ്ങും ഒരുമിച്ചിട്ട് ബാലറ്റ് പേപ്പറൊക്കെ കത്തിച്ചിട്ടായിരിക്കും പുക ക്രിയേറ്റ് ചെയ്യുന്നതും അതിന്റെ റിസൾട്ട് അറിയിക്കുന്നതും ഒരുമിച്ചായിരിക്കും. അപ്പൊ 12 ഉച്ചയ്ക്ക് ഇവിടെ റോം സമയം 12 മണിയോടുകൂടി അല്ലെങ്കിൽ ശേഷം അതിന്റെ റിസൾട്ട് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കാം. വൈകിട്ട് ആണെങ്കിൽ ഇവിടുത്തെ സമയം 7 മണിക്ക് ശേഷമായിരിക്കും ഉച്ച കഴിഞ്ഞുള്ള 2 റൗണ്ട് വോട്ടിന്റെയും റിസൾട്ട് നമ്മളെ അറിയിക്കുക. അതേസമയം അപ്പൊ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന്റെ ടൈമിങ്ങിന് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ഓക്കെ അച്ഛാ, അതായത് ഈ 2 വോട്ടെടുപ്പുകൾ കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും വിശ്വാസികൾക്ക് എനിക്ക് തോന്നുന്നു വത്തിക്കാനിൽ വരുന്ന ഇന്നലെ കണ്ട ഒരു വിശ്വാസ സമൂഹം രാവിലെ തന്നെ ഇല്ല. ഏകദേശം ഒരു 2 മണിക്കൂർ വോട്ടിംഗ് സമയമുണ്ട് ഇനി. അപ്പോൾ ആ 2 മണിക്കൂറിനുള്ളിലേക്ക് ആ വത്തിക്കാൻ ചത്തുരം മുഴുവൻ നിറയും അല്ലേ അച്ഛാ? അത് തീർച്ചയായിട്ടും ആളുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. നമ്മള് അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നപ്പോൾ കണ്ടു ക്യൂ ഓൾറെഡി ഉണ്ട്, വലിയ ക്യൂ ഉണ്ട്. ക്യൂയുടെ നിര തന്നെയാണ്. എല്ലാവരും ചെക്ക് ഇൻ ചെയ്ത് ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ വന്നപ്പോഴും നമ്മൾ പ്രാർത്ഥന സമയം ആയപ്പോൾ ആളുകൾ കുറവായിരുന്നു. പക്ഷേ ഓരോ മിനിറ്റുകൾക്ക് ശേഷം ആളുകൾ കൂടിക്കൊണ്ടായിരുന്നു ഇരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകം വരുന്ന ആ സമയത്തോടനുബന്ധിച്ചാണ് കൂടുതൽ ആളുകൾ എത്തുക, അതിന് തൊട്ട് മുമ്പായിട്ടൊക്കെ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഒത്തിരി ആളുകളെ പ്രതീക്ഷിക്കാം. ഈ സമയം ലോക്കൽ സമയം 12 മണിയാകുമ്പോഴത്തേക്കും നമുക്കറിയാവുന്ന പോലെ 2 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വിശ്വാസം പ്രതീക്ഷിച്ചു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത്, കാരണം ഒത്തിരി ഡിലേ ആയതുകൊണ്ട്. അപ്പൊ എല്ലാവരും വളരെ എക്സൈറ്റ്മെന്റ് ആണ് ആകാംക്ഷിക്കുന്നത്. ഓരോ റിസൾട്ട് വരുന്ന സമയം നോക്കി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ വിശ്വാസ ജനം. ഓക്കെ അച്ഛാ, ഇന്നലെ ആ ഒരു സമയം ഒരുപാട് സമയം ഏകദേശം 2 മണിക്കൂറോളം ലേറ്റ് ആയിട്ടാണ് നമുക്ക് ആ ഒരു ആദ്യഘട്ട സിഗ്നൽ ലഭിച്ചത് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഇന്ന് അത്തരത്തിൽ സമയം താമസിക്കുമോ? ഏകദേശം വത്തിക്കാൻ നൽകുന്ന അറിയിപ്പ് അനുസരിച്ച് ഒരു വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ആ ഒരു അതിൻ്റെ ഫലം നമുക്ക് അറിയുന്ന രീതിയിൽ പോക്കുകളിലൂടെ വരുമെന്നതാണ്. 1.5 മണിക്കൂർ സമയമാണ് ഒരു വോട്ടെടുപ്പ് ആരംഭിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട റിസൾട്ട് പുറത്തുവിടാൻ വത്തിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആ സമയക്രമം ഇന്നും പാലിക്കുമായിരിക്കും അല്ലേ? ഡിജോ, ഇപ്പൊ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഡിലേ ഇന്നലെ വരുന്നതിന് കാരണം ഇന്നലെ ആദ്യത്തെ ദിവസമാണ്, 1 റൗണ്ട് വോട്ടിങ്ങേ ഉള്ളൂ. എന്നാലും ഈ ലിറ്റർജിക്കൽ കാനോനിക്കൽ പ്രൊസീജിയേഴ്സ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും സമയമെടുക്കും. കാരണം ഇന്നലെ അവര് സിസ്റ്റീൻ ചാപ്പൽ എൻട്രി ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം വത്തിക്കാന്റെ എമിരിത്തൂസ് പ്രീച്ചറായ കാന്തൽമെസ്സയുടെ ധ്യാന ചിന്തകളുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കറിയാവുന്ന പോലെ 3 ഫേസസ് ഉണ്ടല്ലോ, പ്രീ സ്ക്രൂട്ടിനി ഫേസ്, പിന്നെ പോസ്റ്റ് സ്ക്രൂട്ടിനി. അപ്പോൾ അത് ഓരോ നിയമം അനുസരിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു അക്യുറേറ്റ് ഏകദേശ സമയം പറയാമെങ്കിലും ദർ ആർ പോസിബിലിറ്റീസ് ഉണ്ട് അതിലും കൂടുതൽ സമയമെടുക്കുന്നത്. അതുകൊണ്ട് ഒരു അക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയില്ല. എങ്കിലും ഇന്നലത്തെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് സമയം ഡിലേ പ്രതീക്ഷിച്ചതാണ്. പിന്നെ ഇന്ന് ഏകദേശം സമയം കീപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത്, അപ്പൊ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും അവർ പറഞ്ഞതനുസരിച്ച് 12 മണിക്ക് ശേഷം ഏകദേശം വരുമെന്നുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലത്തെ പോലെ അത്ര ഡിലേ വരുവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
വത്തിക്കാനിലെ സെക്യൂരിറ്റി കാര്യങ്ങൾ എങ്ങനെ പോകുന്നു? ഇപ്പോൾ നിങ്ങൾ വരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റ് അകത്തേക്കോ, സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്തേക്കോ അങ്ങനെയുള്ള ഭാഗത്തേക്കൊക്കെ ആളുകൾക്ക് പോകാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോ ഈ കർദിനാൾമാരെയൊക്കെ കാണുവാനൊക്കെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ എന്താണ് അവിടുത്തെ നിലവിലെ കാര്യങ്ങളെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും വത്തിക്കാനിലേക്ക് വരുമ്പോൾ തന്നെ 2 സൈഡിലും നല്ല സെക്യൂരിറ്റി ചെക്കുമുണ്ട്. എയർപോർട്ടിൽ ചെക്കിംഗ് ചെയ്തുപോലെ ചെക്കിൻ ചെയ്താണ് എല്ലാവരെയും ഉള്ളിലേക്ക് കയറ്റുക. അപ്പം വത്തിക്കാൻ സ്ക്വയറിനുള്ളിൽ കയറുമ്പോഴാണ്, അതിന്റെ പുറത്ത് കയറുമ്പോൾ ചെക്കിൻ ഇല്ല. ഇവിടെ തന്നെ നമുക്ക് പുറകിൽ കാണുവാനായിട്ട് സാധിക്കും. ഒത്തിരി മാധ്യമ പ്രവർത്തകർ നിൽപ്പുണ്ട്. എന്റെ പുറകിൽ കാണുന്ന ആ ടെന്റിലാണ് കൂടുതൽ മാധ്യമ പ്രവർത്തകരെല്ലാവരും നിൽക്കുന്നത്. ഈ വത്തിക്കാൻ സ്ക്വയറിനുള്ളിൽ ഒരു മാധ്യമ പ്രവർത്തകരെ എൻ്റർ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. എല്ലാവരും പുറത്തു തന്നെയാണ്. ആളുകളെ ആണ്, വിശ്വാസി സമൂഹത്തെ ആണ് ഉള്ളിലേക്ക് ചെക്കിൻ ചെയ്ത് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആളുകള് എല്ലാ 4 വശങ്ങളിലും ചെക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഒക്കെ അതീവ ജാഗ്രതയിൽ തന്നെയാണ്. ഇവിടത്തെയുള്ള കരിമനേരി എന്ന് പറഞ്ഞ പോലീസും പിന്നെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ സ്വിസ് ഗാർഡും ഒക്കെ വളരെ അതീവ സുരക്ഷാ വലയത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ എപ്പോൾ കയറിയാലും ഈ പ്രൊസീജിയറിന്റെ സമയത്ത് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം മാത്രമേ കയറ്റുകയുള്ളൂ. അതുകൊണ്ട് സെക്യൂരിറ്റി വളരെ നല്ല രീതിയിൽ തന്നെ എക്വിപ്ഡ് ആണെന്ന് വേണം തന്നെ പറയാൻ. ഓക്കെ, വത്തിക്കാൻ സമയം 8:15 അവിടെ പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് വിശുദ്ധ ബലിയും പറയുന്നത്. ഇപ്പോൾ സമയം അവിടെ 8 മണി കഴിഞ്ഞിരിക്കുന്നു അല്ലേ? അതെ, ഇപ്പൊ സമയം ഇവിടെ 8:05 അപ്പൊ ഇനി 10 മിനിറ്റിനുള്ളിൽ പൗലിൻ ചാപ്പലിൽ വിശുദ്ധ മോർണിംഗ് പ്രേയറും ആരംഭിക്കുന്നതാണ്. അത് സമയത്ത് തന്നെ നടക്കും. അതിനുശേഷം 1 മണിക്കൂറോളം പ്രാർത്ഥനകൾക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അവര് 9:15 സിസ്റ്റീൻ ചാപ്പലിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. വീണ്ടും അവിടെ ഒരു മിഡ് മോർണിംഗ് പ്രേയർ ഉണ്ട്. അതിനുശേഷമായിരിക്കും വോട്ടിംഗ് പ്രൊസീജിയർ നടക്കുക. അപ്പൊ അതിന് ശേഷം നടക്കുമ്പോൾ നമുക്ക് ഓർക്കേണ്ടത് പ്രീ സ്ക്രൂട്ടിനി പീരീഡ് ആയിരിക്കും. ആദ്യമേ ബാലറ്റ് പേപ്പർ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിനുശേഷം 3 ടീം ഓഫ് കാർഡിനൽസിനെ അവര് ലോട്ടിട്ട് സീനിയർ കാർഡിനൽ ലോട്ടിട്ട് എലക്ട് ചെയ്യും. അതൊന്നും ഞാൻ ഒന്നുകൂടി അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഓൾറെഡി തെരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെ ആയിരിക്കോ ഇന്നും തുടരുക, അതല്ലെങ്കിൽ ഇന്ന് മറ്റ് ആളുകളെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുമോ? അതെ, ഓരോ വോട്ടിംഗ് റൗണ്ടിലും ഈ ഫേസ് ആവർത്തിക്കപ്പെടുന്നു. അപ്പോൾ ഓരോ ഫേസിലും പുതിയ ആളുകളെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ 3 സ്ക്രൂട്ടിനേഴ്സ് വോട്ട് രേഖപ്പെടുത്തുവാനായിട്ട്, പിന്നെ അതിനുശേഷം ഉള്ള ഇൻഫർമേരിയൻസ് രോഗികളായ കാർഡിനൽസിൽ നിന്നും വോട്ടുകൾ കളക്ട് ചെയ്യുവാനായിട്ടുള്ള ഒരു ടീം 3 കാർഡിനൽസ്, പിന്നെ 3 കാർഡിനൽസ് റിവൈസേഴ്സ് ആണ്. അതായത് വോട്ട് എണ്ണി ചിട്ടപ്പെടുത്തി അതിന്റെ കൃത്യത വരുവാൻ വേണ്ടി കൺട്രോൾ ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. അത് മാർപ്പാപ്പ ഇലക്ട് ചെയ്താലും ഇലക്ട് ചെയ്യപ്പെട്ടില്ലെങ്കിലും വളരെ കൃത്യമായിട്ട് അവർ അത് ചെക്ക് ചെയ്ത് അത് രേഖപ്പെടുത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ സ്ക്രൂട്ടിനേഴ്സ് അവസാനമായിട്ട് വോട്ട് ചെയ്ത ബാലറ്റുകളെല്ലാം ഒരു നൂലിൽ കെട്ടി, ഒരു കമ്പി കൊണ്ട് മൊത്തത്തിൽ അത് കെട്ടി ഒരു എല്ലാം ഒരുമിച്ചിട്ട് ബേൺ ചെയ്യുന്ന കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്നതും അവർ തന്നെയാണ് അതിന്റെ അവസാനമായിട്ട്. അപ്പം അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ റൗണ്ടിലും ഇതേ പ്രൊസീജിയർ ആവർത്തിക്കപ്പെടും.